എല്ലാത്തിനും എന്നെ പറഞ്ഞാ മതിയല്ല. സ്വന്തം അച്ഛനും അമ്മേനെ ഉപേക്ഷിച്ചിട്ട് വന്ന് ഇയാളുടെ കൂടെ വന്ന എനിക്ക് ഇത് തന്നെ കിട്ടില്ല. കണ്ട പോണു. പാത്രമൊക്കെ കൈവിട്ട് പോവാണല്ലോ ദൈവമേ. അന്നേ അച്ഛനും അമ്മയും പറയണത് ഞാൻ കേട്ടാ മതിയായിരുന്നു. അതെങ്ങനെയാ അപ്പൊ ഇയാളോട് എനിക്ക് പ്രേമം മൂത്തില്ലേ? ഇയാൾ വിളിച്ചപ്പോ ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് പോന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലായി ഞാൻ പറയണ എന്തെങ്കിലും ഒരു വാക്ക് അങ്ങേര് കേക്ക. നീ പറഞ്ഞു തുടങ്ങിയപ്പോ മുതല് ഞാൻ കേട്ടോണ്ടിരിക്കുക. ഓ ഈ പാത്രോട്ട് ഇവിടെ നിന്ന് കുത്താനായിട്ട് എന്ത് സംഭവം ഇവിടെ ഉണ്ടായി? ഇന്നലെ നിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഇത്തിരി താമസിച്ചു വന്നു. അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ അപരാധം? അതെ, അത് തന്നെ അപരാധം. അവള് ബർത്ത്ഡേക്ക് ക്ഷണിച്ചതിന്റെ അന്ന് മുതൽ കൊണ്ട് ഞാനും നിങ്ങൾക്ക് കൂടാനുള്ള കോമ്പോ ഡ്രസ് ഞാൻ തേച്ചു വെച്ചോണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് ഇവിടെ കോമ്പോ ഡ്രസ് തേച്ചാൽ മതിയല്ലോ. കമ്പനിയിൽ പിടിപ്പതി ജോലിയുള്ളൂ. അത് വല്ലതും നിനക്കറിയാമോ? ഓ, നിങ്ങൾ മാത്രമാണല്ലോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്റെ ഞാൻ എന്നാണോ ഈ നരകത്തിലേക്ക് എന്നെ കെട്ടിയെടുത്തത്? നരകോ? അതേടി, ഇത് നരകാടി. നീ വന്ന് കേരളന്റെ തലേ ദിവസം വരെ ഇത് സ്വർഗമായിരുന്നു. ഓ, അപ്പൊ ഞാൻ വന്ന് കേറിയതിന് ശേഷം ഇത് നരകായി. നിനക്കറിയാലോ, എന്റെ ഒരു അമ്മാവന്റെ മോള് ഇട്ടുകൂടാൻ പാകത്തിന് സ്വത്ത്. എന്നിട്ട് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവളെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അമ്മാവൻ എന്നിട്ട് എന്നോടുള്ള ദേഷ്യം കാരണം എന്റെ ശത്രുവിനെ കൊണ്ട് അവളെ കെട്ടിച്ചു. അവരിപ്പോ എവിടെ താമസിക്കണമെന്ന് അറിയാമോ?